അറ്റകുറ്റപ്രവൃത്തികൾ പൂർത്തിയായതോടെ പഴയങ്ങാടി താവം മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നു നൽകി. ഫെബ്രുവരി 14 മുതലാണ് പാലം അടച്ചിട്ടത്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ പ്രധാനപ്പെട്ട പാലമാണ് താവം റെയിൽവേ മേൽപ്പാലം. ദിവസേന നിരവധി വാഹനങ്ങളാണ് ഇതിലൂടെ കടന്നു പോകുന്നത്. പാലത്തിൽ വലിയ കുഴികൾ രൂപപ്പെട്ട് ഗതാഗതം ദുഷ്കരമായിരുന്നത് വാഹനയാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. KSTP റോഡ് ഉപരിതല ടാറിങ്ങിന്റെ ഭാഗമായാണ് താവം മേൽപ്പാലവും അറ്റകുറ്റപ്രവൃത്തി നടത്തിയത്. പഴയ ടാറിംഗ് മുഴുവനായും ഇളക്കി മാറ്റി മൈക്രോ കോൺക്രീറ്റിംഗ് ചെയ്താണ് റീടാറിംഗ് പ്രവൃത്തി നടത്തിയത്. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് ടാറിംഗ് പ്രവൃത്തി പൂർത്തിയാക്കിയത്. ആദ്യം 2 ആഴ്ച കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു പദ്ധതി. എന്നാൽ കൂടുതൽ ഭാഗങ്ങളിൽ കോൺക്രീറ്റ് തകർന്നതും പ്രവൃത്തി വൈകാൻ കാരണമായി. പാലം അടച്ചിട്ടതോടെ 1 മാസക്കാലമായി ജനങ്ങൾ വലിയ യാത്രാ ദുരിതമാണ് അനുഭവിച്ചത്. വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ട റോഡുകളിൽ ഗതാഗത കുരുക്കും റെയിൽവേ പാളം മുറിച്ചു കടന്നുള്ള യാത്രയും ജനങ്ങളെ ഏറെ പ്രയാസത്തിലാക്കിയിരുന്നു. വളരെയധികം സന്തോഷം. കാരണം 1 മാസമായി അത്രമാത്രം ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. ഞാനിവിടെ തൊഴിലെടുക്കുന്നതാണ്. അതുകൊണ്ട് എനിക്കും വലിയൊരു സന്തോഷം. ഇത്രയും വാഹനങ്ങൾ ഇന്ന് ഇതിലേക്ക് കൂടി കടന്നു പോകുന്നു. പിന്നെ കുട്ടികൾക്ക് സ്കൂൾ പരീക്ഷയാണ്. അതുപോലെ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച അർദ്ധരാത്രിയിൽ പോലും ആദരണീയ MLA ശ്രീ M. വിജിൻ ഇവിടെ ഉറക്കൊഴിഞ്ഞ് ഈ പ്രവർത്തനത്തെ നിയന്ത്രിക്കുവാനും അതിന് കൂട്ടുനിന്ന് ഇവിടെ പ്രവർത്തിക്കുന്ന കണ്ടു. പ്രത്യേകിച്ചും ശ്രീ ആദരണീയ MLA M. വിജിന് ഒരായിരം നന്ദി അറിയിക്കുന്നു. പാലം തുറന്നതിൽ വളരെ സന്തോഷമുണ്ട്. 1 മാസക്കാലമായി ജനങ്ങൾ വളരെ ദുരിതങ്ങൾ അനുഭവിക്കുന്നു. സ്കൂൾ കുട്ടികളായാലും ശരി, അതിനേക്കാളും പെണ്ണുങ്ങളും എല്ലാം വളരെ ജോലിക്ക് പോകുന്നവർക്കും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ തുറന്നതിൽ വളരെ സന്തോഷമുണ്ട്. പാലം അടച്ചിട്ട് 1 മാസമായി. പാലം തുറന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എക്സാം ആയതുകൊണ്ട് കുട്ടികളൊക്കെ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പാലം തുറന്നതിൽ വളരെയധികം സന്തോഷം. ഇനി ഇത് എത്ര കാലം വീണ്ടും പോകുമെന്നറിയില്ല. എന്നാലും വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. പാലം തുറന്നതോടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.